all, welcome you all to Econometrica. I am Kavya. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ എല്ലാ ഏരിയയിൽ നിന്നും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So, let's start. What will be the value of mode if value of median is 35 and the value of mean is 30? So, നമുക്കറിയാം ഈ മീഡിയൻ, മീന്, മോഡ് എന്നൊക്കെ പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്ന കമ്പോണൻസ് ആണ്. മീഡിയൻ, മീന്, മോഡ് എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ, നിങ്ങളുടെ സിലബസിലുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നതാണ്. അപ്പൊ നമുക്കറിയാം മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മാത്തമാറ്റിക്കൽ ആവറേജ്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. മീൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്. മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെന്താണ്? അത് പൊസിഷണൽ ആവറേജ് ആണ്. പൊസിഷണൽ ആവറേജ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മളോട് ഇവിടെ മോഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. മോഡ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുല ഉണ്ട്. ദാറ്റ് ഇസ് 3 മീഡിയൻ മൈനസ് 2 മീന്. ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുല. മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സീരീസ് എടുക്കുമ്പോൾ ഏറ്റവും റിപ്പീറ്റഡ് ആയി വരുന്ന വാല്യൂ ഏതാണോ അതിനെയാണ് മോഡ് എന്ന് പറയുന്നത്. സോ 3 ഇൻറ്റു മീഡിയൻ എന്ന് പറഞ്ഞാൽ 35 ആണ്, മൈനസ് 2 ഇൻറ്റു മീൻ എന്ന് പറഞ്ഞാൽ 30 ആണ് വരുന്നത്. സോ 35 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 105 വരും അല്ലെ? 105 മൈനസ് ഇവിടെ നമുക്ക് 60 വന്നു. സോ 105 എന്ന് നമ്മൾ 60 ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് we will get the answer as 45. So option first one will be your right answer. So friends, ഇവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ആ ഫോർമുല, ഈ ഫോർമുല സാധാരണ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ് അല്ലെ? സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫോർമുല ആപ്ലിക്കേഷൻ ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 9 സ്റ്റുഡൻസ് ഇൻ ഇക്കണോമിക്സ് ആർ 50, 58, 62, 63, 66, 69, 71, 72 and 75. What will be the median marks? Very simple. നമ്മളിവിടെ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിനെ ഒന്നെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്ക് എഴുതാം. അപ്പൊ ഞാൻ ആദ്യം 50 എഴുതി, സോറി. അടുത്തത് 58, അടുത്തത് 62, അടുത്തത് 63, അടുത്തത് 66. ഓൾറെഡി അത് ഓർഡറിലാണ് തന്നിട്ടുള്ളത് അല്ലെ? 69, 71, 72, 75. ഓക്കെ, ഇനി നമ്മള് ഫോർമുല, ഇത് നമുക്ക് ഒരു കോളം മാത്രം വരികയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഒരു കോളം മാത്രം വന്ന, ഇവിടെ ഒരു കോളം അല്ലേ ഉള്ളൂ? അപ്പൊ ഒരു കോളം മാത്രം വന്നാൽ അത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. അപ്പൊ ഇൻഡിവിജ്വൽ സീരീസില് മീഡിയൻ കാണാനുള്ള ഫോർമുല പറഞ്ഞ n plus 1 by 2th ഐറ്റം ആണ്. എന്താണ്? n plus 1 by 2th ഐറ്റം. n എന്ന് പറഞ്ഞാല് എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണിക്കോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ 9 ടീച്ചർ ഇവിടെ ഇട്ട് കൊടുത്തു. പ്ലസ് 1 by 2th ഐറ്റം. ഓർക്ക, ഐറ്റം എഴുതാൻ മറക്കരുത്. അപ്പൊ 10 by 2. എങ്ങനെ 10? 9 പ്ലസ് 1 10. അപ്പൊ 10 by 2th ഐറ്റം. 10 by 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 5. 5th ഐറ്റം. അഞ്ചാമത്തെ നമ്പർ ഏതാ? 1, 2, 3, 4, 5. അഞ്ചാമത്തെ നമ്പർ 66 ആണ് വരുന്നത് അല്ലെ? സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Mean marks of 100 students were found to be 550. Later on it was found that a score of 55 was misread as 85. What will be the correct value of mean? അപ്പൊ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ 100നെയും 50നെയും മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്തോ? ഇതിന്റെ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനുള്ള വഴിയാ പറഞ്ഞു തന്നത്. അപ്പൊ 5000 കിട്ടി അല്ലെ? ഇനി എത്രയായിരുന്നു ആവേണ്ടത്? 55 ആയിരുന്നു ആവേണ്ടത്. പക്ഷെ 85 എന്നാ വായിച്ചത് അല്ലെ? ആ രണ്ട് ഫിഗേഴ്സ് കുറയ്ക്കുക. കുറച്ചോ? എത്ര കിട്ടി? 30 കിട്ടി അല്ലെ? ഇനി 5000 30 കുറയ്ക്കുക. അപ്പൊ 30 കുറയ്ക്കുമ്പോ എത്രയാ നമുക്ക് ആൻസർ കിട്ടുക? 4970 എന്ന് വരൂ അല്ലെ? ഇനി 4970നെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഡിവൈഡഡ് ബൈ 100. സോ ദ ആൻസർ ഇസ് 49.7. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമ്മൾ ആദ്യം എത്ര സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ എത്രയാണ് മീൻ മാർക്ക് മൊത്തത്തിലുള്ള നമുക്ക് കിട്ടി.
അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് കുറച്ചു, ഡിവൈഡഡ് ബൈ 100 and we got the value. അടുത്ത question, following are the marks of 10 students and statistics in class 12th examination. 48, 50, 36, 48, 72, 90, 47, 60, 48, 36. What will be the value of mode? അപ്പൊ മോഡ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ടീച്ചർ പറഞ്ഞു ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന് നമുക്ക് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. അപ്പൊ നമ്മൾ ചെറുത് മുതൽ വലുത് വരെ എഴുതാം നമുക്ക്. അപ്പൊ ആദ്യം ടീച്ചർ ഇവിടെ 36 എഴുതി, പിന്നെ ഇവിടെ 36 എഴുതി, പിന്നെ നമുക്കുള്ളത് 47 ഉണ്ട്, 47 എഴുതി, പിന്നെ നമുക്കിവിടെ 48 ഉണ്ട്, പിന്നെയും നമുക്കിവിടെ ഒരു 48 ഉണ്ട്, പിന്നെയും നമുക്കിവിടെ ഒരു 48 ഉണ്ട്. അടുത്തത് എന്താ, നമുക്ക് 50 ഉണ്ട് അല്ലെ. അപ്പൊ 50 ഉണ്ട്, പിന്നെ നമുക്കുള്ളത് 72 ഉണ്ട്, അല്ല 60 ഉണ്ട്, 60 ഉണ്ട്, പിന്നെ നമുക്ക് 72 ഉണ്ട്, പിന്നെ നമുക്ക് 90 ഉണ്ട്. ഇനി നമ്മൾ നമ്പേഴ്സ് എല്ലാം എഴുതിയോന്നും നോക്കണ്ടേ. അപ്പൊ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 എഴുതിയല്ലോ. ഇനി നോക്കുക, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്ന നമ്പർ ഏതാ. 36 2 തവണ, 47 1 തവണ, ഇത് 3 തവണ, ഇത് 1 തവണ, 1 തവണ, 1 തവണ, 1 തവണ. അപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തത് ഏതാ, 48 അല്ലേ. അപ്പൊ ഓപ്ഷൻ 2 ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് ഫോർമുല ഓഫ് ഹാർമോണിക് മീൻ. n by sigma x minus 1 n by sigma 1 by x n by sigma x plus 1 nx by sigma x. ഹാർമോണിക് മീൻ ആണ് ഇവിടെ ഡയറക്റ്റ് ഫോർമുലയാണ് അല്ലെ. അതായത് അരിത്തമെറ്റിക് മീനിനെ നേരെ തലകീഴായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർമോണിക് മീൻ കിട്ടും. 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. യൂസ്ഫുൾ ആയിരുന്നോ നിങ്ങൾ പറയണം. അതേപോലെ തന്നെ ഏതെങ്കിലും പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് MCQ വേണമെങ്കിൽ അതും പറയാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.